പവർ ടി വി കയറാനുള്ള പുതിയ ചലഞ്ചെത്തി BB സർക്കസ്. സീസൺ 6 ഞാൻ വളരെ വിജയകരമാക്കി ഒറ്റയ്ക്ക് വിജയിപ്പിക്കും. സിജോ കരഞ്ഞു മെഴുകിയതല്ല, അതിന് വേറെ കാരണമുണ്ട്. എയർപോർട്ടിലെത്തി റോക്കി. എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ റോക്കി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. റോക്കി പറഞ്ഞു, ഞാൻ ഒരിക്കലും കരഞ്ഞു മെഴുകിയതൊന്നുമല്ല, എനിക്കതിന് കാരണമുണ്ട്. ഒരു ദിവസം ഞാൻ ഫ്രണ്ടായിട്ട് കണ്ട സിജോയെ തല്ലിപ്പോയല്ലോ എന്നോർത്തുള്ള ഒരു സങ്കടം കൊണ്ടാണ്. അവന് ഒരു ഫാമിലി ഉണ്ട്, അതൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും റോക്കി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ BB സർക്കസ്, അതായത് പവർ ടീമിലേക്ക് കയറാനുള്ള പുതിയ ചലഞ്ചാണ് BB സർക്കസ്. ഡാൻസ് പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ ഡെന്നിൽ നിന്ന് ഋഷി, ടണയിൽ നിന്ന് ശ്രീരേഖ, നെക്സ്റ്റ് നിന്ന് നോറ. 3 പേരും നല്ല ഡാൻസേഴ്സാണ്. ഋഷിയെ നമുക്കറിയാലോ, ഋഷി ഡാൻസറാണ്. അപ്പോൾ നല്ല ഡാൻസേഴ്സ് തന്നെയാണ്. പവർ ടീമാണ് ഇതിൻ്റെ വിധികർത്താക്കൾ. പിന്നെ നമുക്ക് ഡാൻസ് ഇഷ്ടമായിരുന്നെങ്കിൽ വിസിലടിച്ച് നിർത്താം. ഏത് പാട്ട് തരുന്നോ ആ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കണം. ഇതൊക്കെയാണ് ചലഞ്ചിൻ്റെ വിശേഷങ്ങൾ. ചലഞ്ച് 1 കഴിഞ്ഞു. അപ്പോൾ അതിൽ വിജയിച്ചിരിക്കുന്നത് ഋഷിയാണ്. ഋഷി ഓഫ് കോഴ്സ് നല്ല ഡാൻസറാണ്, നന്നായിട്ട് തന്നെ കളിച്ചു. ചെട്ടികുളങ്ങര അഭരണി നാളെന്നുള്ള പാട്ടായിരുന്നു ഋഷിക്ക് കിട്ടിയത്. ഋഷി നന്നായിട്ട് തന്നെ കളിച്ചു. പിന്നെ ഇത് BB സർക്കസ്, ഒരു സർക്കസിൻ്റെ ഇതും കൂടി ആയതുകൊണ്ട് ഇടുന്ന പാട്ടിനനുസരിച്ച് നമ്മൾ സർക്കസിൻ്റെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കൂടെ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് വരും. അപ്പം ശ്രീരേഖ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കാണിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ശ്രീരേഖയ്ക്കാണ് സെക്കൻഡ്. നോറ ഓഫ് കോഴ്സ് നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്, എങ്കിലും നോറ തേർഡായിപ്പോയി. നോറയ്ക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ട്, കാരണം എൻ്റെ ഗ്രൂപ്പിലുള്ളവർ എന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു സങ്കടമുണ്ട്. സിജോ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ റൂമിൽ പോകും, ഇഞ്ചക്ഷൻ എടുക്കും, അങ്ങനെ വരും, അങ്ങനെയാണ്. അപ്പോൾ സിജോ ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട്, ഞാനിനി തിരിച്ചു വരും, ശക്തമായ തിരിച്ചുവരവ് നടത്തും. ബിഗ് ബോസ് സീസൺ 6 എൻ്റെ പേരിൽ അറിയപ്പെടും, അല്ലെങ്കിൽ അതിനെ വിജയകരമായിട്ട് ഞാൻ പൂർത്തീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവാൻ സിജോയ്ക്ക് കഴിയട്ടെ. സിജോ നല്ലൊരു ഗെയിമറാണ്, ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്നൊരു ഗെയിമറാണ്. അപ്പോൾ നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ. സിജോയ്ക്ക് ഇന്നലത്തെ ആ കോൺട്രവേഴ്സി ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. നല്ലൊരു ഗെയിമറാണ്, അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി എങ്ങനെ പോകും എന്ന് എല്ലാ പ്രേക്ഷകരും നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമാണ്. അതേതായാലും ഇന്നലത്തെ ആ ഒരു ഇതിൽ ചെറിയൊരു പ്രശ്നം പറ്റി, അത് ഒഴിവാക്കേണ്ടതായിരുന്നു, ഒഴിവാക്കാമായി. ഏതായാലും പവർ ടീമിലേക്ക് കയറാനുള്ള ചലഞ്ച് 1 ജയിച്ചിരിക്കുന്നത് നമ്മുടെ ഡെൻ ടീമാണ്. അപ്പോൾ ഇനി ആരൊക്കെയായിരിക്കും ജയിക്കുക, എന്തൊക്കെയായിരിക്കും, ആരാവും പവർ ടീമിൽ കയറുക എന്നൊക്കെ നമുക്ക് നോക്കാം. പുതിയ വിശേഷങ്ങളും അപ്ഡേഷനൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളുടെ സ്വന്തം നിത്യ. ബൈ.